ഹായ് ഗൈസ്, ജോ ഹിയർ. വെൽക്കം ബാക്ക് ടു ജോ വോയേജ്. അപ്പം നമ്മൾ കുറച്ച് കാലമായിട്ട് അബ്സ്കോണ്ടിങ് ആയിരുന്നു. ഫൈനലി ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഐ ആം ബാക്ക്. അപ്പോൾ ഇനി കുറച്ച് കാലം നിങ്ങളിന്ന് തയ്ച്ചേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോപ്പ് 5 ഹൊറർ ഫിലിംസ് ഇൻ മലയാളം. അതായത് മലയാളത്തിലെ 5 പ്രേത സിനിമകൾ. ഇതിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഇനിയിപ്പോൾ ആരും കണകുണം പറഞ്ഞിങ്ങോട്ട് വരരുത്. നമുക്ക് ഫുള്ളായിട്ട് ഒരു ലാഗും ഇല്ലാതെ ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന 5 മലയാളത്തിലെ പ്രേത സിനിമകൾ. ഇപ്പോൾ നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 5 മലയാളം ഹൊറർ ഫിലിംസ് എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ലിസ്റ്റല്ല കാണിക്കാൻ പോണത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിൻ്റെ പേഴ്സണൽ ചോയ്സ് ആണെന്നുള്ളത്. നിങ്ങൾ ഈ ഒരു 5 സിനിമ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം സാധാരണ ടിപ്പിക്കൽ പ്രേത സിനിമകൾ ഉണ്ടല്ലോ, അതായത് വെള്ള സാരി ഉടുത്ത് പല്ലൊക്കെ ഇങ്ങനെ പൊന്തി ആ ഒരു ടൈപ്പുള്ള സിനിമകളല്ല ഇതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യണത്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ സിനിമ എന്ന് പറയുന്നത് അപരിചിതനാണ്. 2004 റിലീസായിട്ടുള്ളൊരു സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ സഞ്ജീവ് ശിവൻ. ആളുടെ ഒരു ആദ്യത്തെ പടം കൂടിയാണ്. ഒരു ഹൊറർ മിസ്റ്ററി ആയിട്ടുള്ളൊരു സിനിമ കൂടിയാണ്. കോമഡി ഉണ്ട്, അത്യാവശ്യം നമുക്ക് വളരെ എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പടത്തിലെ നായകൻ നമ്മുടെ സ്വന്തം മമ്മൂട്ടി, അതേപോലെ നായിക കാവ്യ മാധവൻ. ഈ ഒരു പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ചെറുപ്പത്തിൽ, അതായത് ഒരു 5-6 കൊല്ലം മുന്നേ, വീട്ടിൽ ആരുമില്ലാത്ത സമയം ഉച്ചയ്ക്ക് ഏതാ ചാനലിൽ എനിക്ക് ഓർമ്മയില്ല, മഴവിൽ മനോരമയാണ് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് ഈ പടം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഫസ്റ്റൊക്കെ നല്ല കോമഡി രീതിക്ക് ഈ പടം ഇങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് മമ്മൂട്ടിയുടെ ഒരു പ്രേതം ലെവലിലൊരു സാധനം ഇങ്ങനെ വരുമല്ലോ. ആ സമയത്ത് ഞാൻ നന്നായിട്ട് പേടിച്ചു. കാരണം വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രം ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ട്, അത് പകലാട്ടോ, ഉച്ചയ്ക്ക് 2 മണി. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് വീട് ലോക്ക് ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് മുതലേക്ക് ഈ പടം എന്താണെന്നറിയില്ല, കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്. എത്ര വട്ടം കണ്ടാലും മടുക്കാത്തൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. 4ാമത്തെ നമ്മുടെ സിനിമ എന്ന് പറയുന്നത് എസ്രയാണ്. 2017 റിലീസായിട്ടുള്ളൊരു സിനിമയാണിത്. ഡയറക്റ്റഡ് ബൈ ജയകൃഷ്ണൻ. അഭിനയിച്ചിട്ടുള്ളത് പൃഥ്വിരാജ്, അതേപോലെ തന്നെ പ്രിയാനന്ദ്, ടോവിനോ തോമസ് ഒക്കെയാണ്. സുഷിൻ ശ്യാമിൻ്റെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറോട് കൂടിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പടമാണ് ഇത്. ഭയങ്കര എൻഗേജിങ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. നമ്മുടെ 3ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഡയസറയാണ്. ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. അതായത് കഴിഞ്ഞ മാസം ഇറങ്ങിയൊരു സിനിമയാണ്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കണം. അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഒരു സിനിമയാണ്. നായകനായിട്ട് നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ മകൻ. പ്രണവിൻ്റെ അഭിനയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിയൊരു ഇത് തോന്നിയില്ല. കാരണം ഏറെക്കുറെ എല്ലാ സീൻസിലും ഒരേ എക്സ്പ്രഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. സാധാരണ ടിപ്പിക്കൽ പ്രേത സിനിമകളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രേതം ഉണ്ടാവുക എന്നുള്ളൊരു ടൈപ്പ് സിനിമയാണിത്. OTT ഇറങ്ങിയപ്പോഴും നല്ല അഭിപ്രായങ്ങൾ കിട്ടിയൊരു സിനിമയാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും കണ്ടു നോക്കുക. നമ്മുടെ 2ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഭൂതകാലാണ്. ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. 2022 ഇറങ്ങിയിട്ടുള്ളൊരു പടമാണ്. ഈ ഒരു പടം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നഷ്ടമാണ്. കാരണം ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് തന്നെ പല ആൾക്കാർക്കും അറിയില്ല. ആദ്യം മിക്കും ഈ ഒരു സിനിമ ഉണ്ടെന്ന് തന്നെ അറിയണ്ടാവുന്നില്ല. എൻ്റെ അനിയത്തിയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. എന്നിട്ട് കണ്ടു നോക്കാൻ പറഞ്ഞു. കണ്ടു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിതുവരെ കാണാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സെറ്റപ്പ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളൊരു സംഭവം പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം അമ്മ പോലും വിശ്വസിക്കാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ ഫിലിം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അത്രയ്ക്ക് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണിത്. ഈ ഒരു പടം കണ്ടിട്ടാണ് ഞാൻ ഷെയ്ൻ നിഗത്തിൻ്റെ ഫാനായത് തന്നെ. ഈ ഒരു സിനിമയിൽ അധികം ആൾക്കാരൊന്നുമില്ല. ഒരു വീടും പിന്നെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കാര്യങ്ങളും. അതാണ് കണ്ടിട്ടില്ലാത്തവർക്ക് വൻ നഷ്ടമായിരിക്കും. എന്തായാലും കണ്ടു നോക്കേണ്ട ഒരു സിനിമ തന്നെയാണിത്, ഭൂതകാലം. അതിൻ്റെ നമ്മുടെ ലാസ്റ്റത്തെ സിനിമ എന്ന് പറയുന്നത് വിൻ്ററാണ്. 2009 റിലീസായിട്ടുള്ളൊരു സിനിമയാണിത്. ഈ ഒരു സിനിമ എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ദീപു കരുണാകരനാണ്. അഭിനയിച്ചിട്ടുള്ളത് ജയറാം, ഭാവനയൊക്കെ. അത്യാവശ്യം നല്ല രീതിക്ക് പേടിക്കാനുള്ളൊരു സിനിമയാണ്. നിങ്ങൾ നട്ടുച്ചയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഈ പടം കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാണ്, നിങ്ങൾ എന്തായാലും പേടിക്കും. ഈ ഒരു സിനിമയൊക്കെ പല ആൾക്കാരും അവോയ്ഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 5 സിനിമകളും നമ്മുടെ ടിപ്പിക്കൽ പ്രേത സിനിമകളല്ല. അതായത് വെള്ള സാരി ഉടുത്ത് പല്ല് പൊന്തി ഇങ്ങനെ നല്ല ഭംഗിയുള്ള പ്രേതങ്ങളായിട്ട് വരുന്ന അങ്ങനത്തെ സിനിമകളല്ല. ഇത് നിങ്ങൾക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ തരും. കണ്ടിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു 5 സിനിമകളാണിത്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹൊറർ ഫിലിംസ് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളതുണ്ട് മലയാളത്തിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഞാൻ കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ എനിക്ക് കൂടി കാണാമല്ലോ. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള മിസ്റ്റേക്സ് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ സോൾവ് ചെയ്ത് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.